വിദ്യാഭ്യാസം നൽകി നിരക്ഷരരായ ഗ്രാമവാസികളെ അറിവിന്റെ പാതയിലെത്തിച്ച നാട്ടുകാരൻ. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിലെ ആദിവാസി കുട്ടികളെ എഞ്ചിനീയറും ഡോക്ടറുമാക്കി. പാലക്കാട് പാട്ടഞ്ചേരി കരിപ്പാലിൽ വിജയശേഖരനാണ് ഒരു നാടിന് തന്നെ മാതൃകയാകുന്നത്. പാഠപുസ്തകമില്ലെങ്കിലും വിജയശേഖരൻ മാഷ് കുട്ടികളെ പഠിപ്പിക്കും. 32 വർഷത്തെ അധ്യാപനത്തിന് ശേഷം സ്കൂളിലെയും കുട്ടികളെയും മറക്കാത്ത സമൂഹത്തിന് മാതൃകയായ ഒരു അധ്യാപകനാണ് പട്ടഞ്ചേരി കരിപ്പാലിൽ വീട്ടിൽ വിജയശേഖരൻ. ഇപ്പോൾ 63-ാം വയസ്സിലും തൂവെള്ള വസ്ത്രധാരിയായി ക്ലാസ് മുറികളിൽ സജീവം. 1975-ൽ കാർഷിക മേഖലയായ പട്ടഞ്ചേരിയിലെ കുട്ടികളെ റേഡിയോയിലെ ഇംഗ്ലീഷ് വാർത്ത കേൾപ്പിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താണ് വിജയശേഖരൻ തന്റെ ദൗത്യം തുടങ്ങിയത്. ക്ലാസ് മുറികളിലെ അധ്യാപനത്തിനപ്പുറം 1000-ലധികം ശിഷ്യർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പരിശീലനം നൽകി. പെരുമാട്ടി പട്ടഞ്ചേരി പഞ്ചായത്തുകളിലായി 100-ലധികം പേർക്ക് പരിശീലനം നൽകി എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ സൃഷ്ടിച്ചു. ഉന്നത പഠനത്തിന് സാമ്പത്തിക തടസ്സമാകുന്ന കുട്ടികളെ കണ്ടെത്തിയാണ് പഠിപ്പിക്കുന്നത്. തീർത്തും സൗജന്യമായി. ഞങ്ങൾ സൗജന്യമായിട്ടാണ് ടീച്ചർ സൗജന്യമായിട്ട് കൊടുക്കുന്നത്. പിന്നെ അപൂർവം ചിലർക്കടുത്ത് പോകുന്നതിനുള്ള ബസ് ഫെയറൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഗവൺമെൻറ് കോളേജസിൽ കിട്ടുന്നവർക്ക് അവരുടെ ഫീസും വർഷം ചെലവും വഹിക്കാറുണ്ട്. അക്ഷര ഫൗണ്ടേഷൻ വഹിക്കാറുണ്ട്. ഇവിടെ വരുന്നവർക്ക് കോച്ചിങ് മൊത്തം ഫ്രീ ആണ്. പാഠഭാഗങ്ങൾ ഓരോന്നും പഠിപ്പിക്കില്ല. കുട്ടികൾക്ക് സ്വയം പഠിക്കാൻ അവസരം കൊടുത്തതിനു ശേഷം പഠിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മാഷ് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ. അവധി ദിവസങ്ങളിലും സ്കൂൾ പഠനത്തിന് ശേഷമുള്ള വൈകുന്നേരങ്ങളിലുമൊക്കെയാണ് പരിശീലനം. വിദ്യാഭ്യാസമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ് ഞങ്ങൾ പഞ്ചായത്ത് വില്ലേജ്. അപ്പോൾ ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ബോധം ഞാൻ ചേർന്ന കാലത്തൊക്കെ വളരെ കുറച്ച് പേര് കോളേജിലേക്കും പോയിരുന്നുണ്ട്. അതുപോലെ മാത്തമാറ്റിക്സ് ഗ്രൂപ്പ് എടുക്കാൻ എല്ലാവരും നല്ലൊരു വിമുഖത കാണിച്ചിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണമെന്ന് തോന്നിയിട്ടാണ് മാത്തമാറ്റിക്സിന് മുന്നിൽ കൊടുക്കുന്നത്. 3 ഡിഗ്രിക്ക് മാത്തമാറ്റിക്സ് ഗ്രൂപ്പ് എടുക്കാൻ വേണ്ടിയുള്ള കോച്ചിങ് കൊടുത്തത്. പിന്നീട് അത് എഞ്ചിനീയറിംഗ് കോളേജിൽ അതുപോലെ ആദ്യം നല്ല മാർക്ക് കൂട്ടി ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ രക്ഷിതാക്കൾ സമ്മതിച്ചില്ല. അതൊന്നും നമുക്ക് പറ്റാത്ത കാര്യമാണ്. കാർത്തികൻ സാർ വല്ലതും പറയും അത് വെച്ചുകൊണ്ടിരുന്നാവില്ല എന്നൊക്കെയാണ് അന്നേരം പറഞ്ഞത്. പക്ഷേ അവരൊക്കെ പലരും അതിൽ നിന്നും ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. ഇപ്പം പിന്നെ കഥകളൊക്കെ മാറി നല്ല കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും ഫണ്ടമെന്റൽസ് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോഴും വളരെ കുറവാണ്. പട്ടഞ്ചേരി വണ്ടിത്താവളം സ്കൂളുകളിലെ ആദിവാസി കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു. അട്ടപ്പാടി സ്വദേശിയായ കൊല്ലം TK എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിദ്യാർത്ഥി M കൃഷ്ണദാസ് മാഷിന്റെ ശിഷ്യനാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നത് 5ാം ക്ലാസ്സിലേക്ക് പട്ടഞ്ചേരി ഹോസ്റ്റലായിരുന്നു. പട്ടഞ്ചേരി ഹോസ്റ്റൽ വന്നത് എല്ലാ ദിവസവും സാറ് തന്നെ പഠിപ്പിക്കാൻ വരും. എല്ലാ ദിവസവും വൈകുന്നേരം ട്യൂഷൻ പഠിപ്പിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അത് വെച്ച് മാത്സ് ആയിരുന്നു സാറ് പഠിപ്പിക്കുക. അപ്പോൾ അവിടെ താല്പര്യമുള്ള കുട്ടികളെ സാർ പഠിപ്പിക്കും. അത് വെച്ചാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെയല്ല. സാർ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടായാലും അത് ചോദിക്കാം. എന്നിട്ട് അത് പറഞ്ഞാണ് സാറിന്റെ രീതി വരുന്നത്. വിജയശേഖരൻ മാഷിന്റെ ശിഷ്യനാവുകയും പിന്നീട് അതേ സ്കൂളിൽ അധ്യാപകനായി വിരമിക്കുകയും ചെയ്ത മറ്റൊരാളും അനുഭവം പങ്കുവയ്ക്കുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ട പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോക്കം കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയും അന്നു മുതൽ ഇന്ന് വരെ ഇടതടവില്ലാതെ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുകയും ഒരുപാട് അധ്യാപകരെയും അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സിനെയും മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെയും എല്ലാം ആക്കി തീർക്കാനായിട്ട് വിജയശേഖരൻ മാഷ് വളരെയധികം പ്രയത്നിച്ചു. അതിന്റെ ഫലം പട്ടഞ്ചേരി പെരുമാട്ടി പഞ്ചായത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്കും ആ കുടുംബങ്ങൾക്കും ആ കുടുംബങ്ങൾ നേരെയായതിന്റെ പേരിൽ ആ സമൂഹത്തിനും വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സൗജന്യ വിദ്യാഭ്യാസം ലഭിച്ചവർ ഉന്നതങ്ങളിലെത്തിയപ്പോൾ അനേകായിരങ്ങൾക്ക് അറിവ് പകർന്നാണ് അവരിപ്പോൾ നന്ദി കാണിക്കുന്നത്. വിജയശേഖരൻ മാഷ് സൗജന്യമായി നൽകിയ 17 സെന്റ് സ്ഥലത്ത് 3 നിലകളിലായി ഉയർന്നു നിൽക്കുന്ന കെട്ടിടം പാവപ്പെട്ട കുട്ടികളുടെ പഠന കേന്ദ്രമാണ്. മുൻപ് ഇവിടെ പഠിച്ച് ജോലി ലഭിച്ചവർ സിന്തസൈസേഴ്സ് എന്ന ഗ്രൂപ്പിന് രൂപം നൽകിയാണ് ഇത് പണി കഴിപ്പിച്ചത്. വിദേശത്തും സ്വദേശത്തുമുള്ള ശിഷ്യരുടെ കാരണത്താൽ ഇന്ന് അതേപോലെ 1000-ലധികം വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുകയാണ് ഇവിടെ. മികച്ച പരിസ്ഥിതി സംരക്ഷകൻ കൂടിയാണ് വിജയശേഖരൻ മാഷ്. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും സ്വാഭാവികമായി വളർന്നു വന്ന മരങ്ങളെ സംരക്ഷിച്ചും അന്യം നിന്നു പോകുന്ന ചെടികളെ വെച്ചുപിടിപ്പിച്ചും വിജയശേഖരൻ മാഷ് മാതൃക കാട്ടുന്നു. നശിപ്പിക്കാറില്ല പ്രത്യേകം ചെടികളെ. പിന്നെ അപൂർവം വെള്ളത്തിനും കിട്ടുന്നതാണെങ്കിൽ അതിന് എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ കൊണ്ടുപോയി സൂക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് ലാഭം കൊണ്ടൊന്നുമല്ല, അതിൽ നിന്നും വരുമാനമൊന്നും ഉദ്ദേശിച്ചിട്ടുമല്ല. ആ ചെടിയെ പ്രിസർവ് ചെയ്യാന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. പലതുപോലെയുള്ള കാട്ടുചെടികളൊക്കെ നേരത്തെ ഇവിടെ ഉള്ളത് തന്നെയാണ്. അതിനൊക്കെ അതിന് വെട്ടിക്കളയാതെ സൂക്ഷിച്ചു വെക്കുന്നത്. ഒരേ സമയം അധ്യാപകരും പരിസ്ഥിതി പ്രവർത്തകരുമായി നിശബ്ദ പ്രവർത്തനം നടത്തുന്ന വിജയശേഖരൻ നാടിന്റെ നന്മ കൂടിയാണ്.
മനോരമ ന്യൂസ്, പാലക്കാട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജുഹൂബായ്ക്കൊരാനി ഉണ്ടായിരുന്നു എന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരം KPSC ആണ് ബേപ്പൂർ സുൽത്താന്റെ വിഖ്യാത നോവൽ നാടകരൂപത്തിൽ കോഴിക്കോട്